ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 20 പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ഈശോ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനെ കുറിച്ച് ഇന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉത്ഥാനശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈശോ എന്താണ് മറുപടി കൊടുക്കുന്നത്? ഞാൻ വരുന്നത് വരെ അവനായിരുന്നാൽ നിനക്കെന്ത്? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? പക്ഷേ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പല മനുഷ്യരുടെയും സ്നേഹം നേടിയെടുക്കാനായിട്ട് ത്യാഗത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്, അല്ലെ? നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാ, അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കുന്ന നമ്മോട് എന്റെ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ സ്നേഹം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാല് യഥാർത്ഥ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം തമ്പുരാന് വേണ്ടി ഒന്നും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരി മറ്റു പലതിനെയും പല വ്യക്തികളെയും കാണുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവത്തെക്കാൾ ഉപരി പലതും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ദൈവത്തെ പലപ്പോഴും 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ കാണുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അവിടെ ഒന്നും ഒരിക്കലും യഥാർത്ഥ സ്നേഹമില്ല. അവിടെ ഒരിക്കലും എൻ്റെ ദൈവവും എന്നെ സ്നേഹിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റണം. ഈ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് അന്ത്യത്താഴ വേളയിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നത്. എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, അല്ലെ? ആ സ്നേഹം ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് ഈ ശിഷ്യന് സാധിച്ചു. അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട്, ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ആ ശിഷ്യന് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളും നേടിയെടുക്കേണ്ടത് ഇതേ സ്നേഹമാണ്. ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുവാൻ തക്ക വിധം സ്നേഹിക്കാനായിട്ട് വരണം. അവന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഈശോയെ സ്നേഹിക്കാം, ഈശോയുടെ സ്നേഹം നേടിയെടുക്കാം, ത്യാഗമേറ്റെടുക്കാം. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കുവാനായിട്ട്, ഈശോയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.